കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ നിയമത്തിന്റെ ആദ്യത്തെ താളുകളിൽ കാണുന്ന, സാധാരണഗതിയിൽ കാണുവാൻ സാധ്യതയില്ലാത്ത, എന്നാൽ അത്യാവശ്യമായി കണ്ടിരിക്കേണ്ട ഒരു സത്യം നിങ്ങളുടെ മുമ്പിൽ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് ദൈവകൃപയിൽ പങ്കുവെക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. ബൈബിളുള്ള എല്ലാവരും ബൈബിൾ തുറന്ന മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 2, 3, 4 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 2, 3, 4 വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ പോവുകയാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ചോദിക്കുന്നത് വിദ്വാൻമാരാണ്. ചോദിക്കുന്ന ആരോടാണെന്ന് ചോദിച്ചാൽ ഹേരോദ രാജാവിനോടാണ് ചോദിക്കുന്നത്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹേരോദാവ് അത് കേട്ട് അവനും, ശ്രദ്ധിക്കണം, ഹേരോദാവ് മാത്രമല്ല, അവനും യെരുശലേമൊക്കെയും ഭ്രമിച്ചു. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ട്രബിൾഡ് എന്ന് പറഞ്ഞാൽ, അതിന്റെ അസൽ പരിഭാഷ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു ടെൻഷൻ, ആവലാതി, ഉൾക്കൊള്ളാൻ വയ്യാത്തൊരു വാർത്ത. യെരുശലേം മുഴുവൻ ഭ്രമിച്ചു. 4-ാമത്തെ വാക്യം, ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട് യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. ഈ വാക്യങ്ങളിൽ നിന്നാണ് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ഇതൊരു ക്രിസ്മസ് സ്റ്റോറിയായി ഒക്കെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സ്കിറ്റിലും മറ്റും എനാക്ട് ചെയ്ത് കാണിക്കുന്ന ആത്മീക സന്ദേശത്തിന് സാധാരണഗതിയിൽ ലേഖനങ്ങളിലേക്ക് പോകണം. സുവിശേഷങ്ങളിൽ നിന്ന് ഒരു വാക്യം വായിക്കുമ്പോൾ തന്നെ അയ്യോ അത് സുവിശേഷ പ്രസംഗമല്ലേ എന്നൊക്കെ ചിന്തിക്കും. എന്നാൽ ഞാൻ മനസ്സിലാക്കി, ഈ ആദ്യ താളുകളിലെ സുവിശേഷം മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ആത്മീയത എന്താ എന്നുള്ളത് വചനത്തിന്റെ വീക്ഷണത്തിൽ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. ദൈവസഭ നേരിട്ട എല്ലാ കാലത്തെയും, 1-ാം നൂറ്റാണ്ടിലും ഇന്ന് കൂടുതലും, ഏറ്റവും വലിയൊരു പ്രശ്നം മറ്റൊരു സുവിശേഷം സഭയ്ക്കകത്ത് കയറി. അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതുകൊണ്ടാണ് ഈ ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫിന്റെ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞറിയിക്കാൻ ഒക്കുന്നതിലപ്പുറമാണ്. തിരിച്ചറിയാൻ ഒക്കുന്നില്ല. ക്രൈസ്റ്റ് സെന്റേർഡ് അല്ലാത്തൊരു സന്ദേശത്തെ വിലയിരുത്തുവാൻ എത്ര ശക്തിയോടത് പറഞ്ഞാലും, എത്ര പ്രതികരിക്കാൻ തോന്നിയാലും അയ്യോ ഇതല്ലല്ലോ വചനത്തിന്റെ വീക്ഷണം എന്ന് ചിന്തിക്കാൻ ഒക്കാതെ വളരെ ഷാലോ ആയിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി. ഗലാത്യ ലേഖനം 1:6 പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇത്ര വേഗം മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു പോകുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. പൗലോസിന്റെ വാക്കുകളാണ്. പൗലോസ് എന്ന പാസ്റ്റർ ഗലാത്യ സഭ സ്ഥാപിച്ച ആള് ജീവനോടിരിക്കുമ്പോൾ, സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നടന്ന അത്. ആ വാക്യങ്ങളുടെ പ്രസക്തി എത്ര അധികമാണെന്നറിയാമോ? നമ്മൾ വേറൊരു സുവിശേഷമാണോ എപ്പോഴും ഭയങ്കര എന്നോട് കർത്താവ് സംസാരിച്ചത്, ഇത് ഏത് സുവിശേഷമാണ് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം മറ്റൊരു സുവിശേഷമുണ്ട്. അത് തിരിച്ചറിയാൻ ദൈവവചനം, ഈ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ, ഇന്ന് കർത്താവ് അതിനെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. പക്ഷെ അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട്. വേറൊരു സുവിശേഷം പ്രചരിപ്പിക്കുന്നവർ, അതെങ്ങനെയുള്ള സുവിശേഷമാണെന്ന് ചോദിച്ചാൽ കർണരസകരമായിട്ടുള്ളത്. അതുകൊണ്ട് ആ വേഗത്തിൽ അത് തിരിച്ചറിയത്തില്ല. 2 തിമോഥെയോസ് 4-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന അന്ത്യകാലത്തിന്റെ ലക്ഷണമായി പറഞ്ഞിരിക്കുന്നത്, ഉപവാസ പ്രാർത്ഥനകൾ നടക്കും, റിവൈവൽ മീറ്റിംഗ് നടക്കും, കോൺഫറൻസ് നടക്കും, 1 ഡേ സെമിനാറുകൾ നടക്കും. പക്ഷേ എങ്ങനെയാ ശുശ്രൂഷകൾ നടക്കുന്നതെന്ന് ചോദിച്ചാൽ കേൾപ്പാൻ ഇഷ്ടമുള്ളത്, അങ്ങനെയുള്ള കുറെ ആളുകളെ വിളിച്ച് അവരെ പെരുപ്പിച്ച് കർണരസകരമായത് മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി പ്ലീസിംഗ് ടു അവർ ഇയേഴ്സ്.
2 കൊരിന്ത്യർ ലേഖനം 11-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങളും ഇതിനോട് ചേർത്ത് ഞാൻ വെക്കുക. ഈ 3 വാക്യങ്ങൾ ആദ്യമേ വെക്കുക ഒരു മുഖവരയിൽ. ഗലാത്യ ലേഖനം 1-6, ഈ 2 കൊരിന്ത്യർ 11-3-4, 2 തീമോത്തിയോസ് 4-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു അപകടമുണ്ട്. ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ വ്യക്തിപരമായി ശോധന ചെയ്യണം. ഞാൻ ഈ അപകടത്തിലായി പോയോ ഇല്ലയോ, ഞാൻ അറിയാതെ ഞാൻ വഞ്ചിക്കപ്പെട്ടു പോയോ. 2 കൊരിന്ത്യർ 11-3 ഇങ്ങനെയാ പൗലോസ് പറയുന്നത്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുയേശുവിനോട് നിങ്ങൾക്കുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നു. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും കൊണ്ടുവരുന്നതാ യഥാർത്ഥ സുവിശേഷം. എന്നാൽ കർണരസകരമായുള്ള സുവിശേഷം ആ ഏകാഗ്രത കളയും, നിർമ്മലത കളയും. ഭയങ്കര വചന ശുശ്രൂഷയായിരിക്കും നടക്കുന്നത്. പക്ഷെ ഇത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ആർക്ക് വേണ്ടിയാന്ന് ചോദിച്ചാൽ, എനിക്കെന്തോ കിട്ടും. എന്റെ വിസയുടെ കാര്യം എന്തോ ആകും, എന്റെ ഭാവിയുടെ കാര്യം എന്തോ ആകും, എന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം എന്തോ ആകും, അവർ ഇന്ന ദേശത്തിൽ പോകുമോ, ഇതാ കേൾക്കാൻ ഇഷ്ടം. രാവിലെയും പകലും ഇതാ കേൾക്കാൻ ഇഷ്ടം. അങ്ങനെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ കർത്താവിനോട് സംസാരിച്ചു കേട്ടോ, അത് ദൂതായിരുന്നു. ഇതെല്ലാം ഒരു വശത്തോട്ട് അങ്ങോട്ട് മാറ്റിവെച്ച് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാൻ പോയ സത്യ സുവിശേഷത്തിലൂടെ നമുക്ക് വാഗ്ദത്തം ചെയ്തത് എന്താ, ഈ ലോകത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്താ. സുവിശേഷത്തിന്റെ മർക്കോസിന്റെ സുവിശേഷം 1:14 ആരെങ്കിലും വാക്യങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ വേഗത്തിൽ പറയാം. ഈ സുവിശേഷം, യഥാർത്ഥ സുവിശേഷം എന്ന് പറഞ്ഞാൽ മർക്കോസിന്റെ സുവിശേഷം 1:14 പറയുന്നു, ഇത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. ഇത് ജോയുടെ രാജ്യമല്ല, ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ സുവിശേഷമാണ്. ഇത് ഞാൻ എന്തായി തീരും ഈ ലോകത്തിലെന്ന് യേശു നിന്റെ കൂടുണ്ട് ജോയെ. നിന്റെ ജീവിതം മേൽക്കുമേൽ. അതല്ല സുവിശേഷം. ഇത് രാജ്യത്തിന്റെ സുവിശേഷം, എന്റെ അല്ല, ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 8:1 രാജ്യത്തിന്റെ. അപ്പോസ്തലപ്രവൃത്തി തീരുമ്പോഴും പൗലോസിന് അവസാനം പറയാനുള്ളതും 28-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ രാജ്യത്തിന്റെ സുവിശേഷം. യേശു പറഞ്ഞതും രാജ്യത്തിന്റെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷം 4:17 അതല്ലേ, മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗരാജ്യം, ദൈവരാജ്യം, രണ്ടും ഒരു കാര്യങ്ങളാ പറയുന്നത്. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഒരേ കാര്യമാണ്. അതാണ് സുവിശേഷം. The kingdom has come. ദൈവത്തിന്റെ രാജ്യം വന്നിരിക്കുന്നു. വരുമെന്ന് പറഞ്ഞില്ലേ പ്രവാചകന്മാർ? പഴയ ഉടമ്പടിയിൽ പറഞ്ഞില്ലേ, മേൽത്തരമായ ഒരു ഉടമ്പടി വരുന്നു, ദൈവം ഇറങ്ങി വന്ന് ഭരിക്കാൻ പോവുകയാണ്. ഈ ഭരിച്ച് കൊളമാക്കി ഇട്ടിരിക്കുകയാണ് ഇസ്രായേൽ മക്കളെ. ഇസ്രായേൽ മക്കൾ അവിശ്വസ്തരായിരിക്കുന്നു. ദൈവം ഭരിക്കാൻ വരുന്നു. യഥാർത്ഥ ഇടയൻ വരുന്നു. സുവിശേഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞ ആള് വന്നു, ഭരിക്കാൻ തുടങ്ങാൻ പോവുക. പക്ഷെ ഈ വാർത്ത എക്കാലത്തും അത് കർണരസകരമായുള്ളതായി തോന്നാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഈ ഒന്നാമത്തെ പുതിയ നിയമത്തിന്റെ 1-ാമത്തെ പുസ്തകത്തിൽ 2-ാമത്തെ പേജിൽ ഇങ്ങനെ ഒരു കഥ ഇവിടെ ഉള്ളത്. യഥാർത്ഥമായി നടന്ന ഒരു അനുഭവം. 3-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. യഥാർത്ഥ സുവിശേഷം ഒരാൾ കേട്ടാൽ സാധാരണഗതിയിൽ പ്രതികരിക്കുന്നത് ഇങ്ങനെയാകും. 3-ാമത്തെ വാക്യം, ഹേരോദാവ് അത് കേട്ടിട്ട് അവനും യെരുശലേം ഒക്കെയും ഭ്രമിച്ചു. സുവിശേഷം കേൾക്കുമ്പോ എന്താ സുവിശേഷം? യഹൂദന്മാരുടെ രാജാവ് എന്തിയെ ജനിച്ചു, ആള് ജനിച്ചു, ജനിക്കുമെന്ന് പറഞ്ഞ ആള് ജനിച്ചു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ, മീഖ പ്രവാചകൻ പറഞ്ഞ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന് പറഞ്ഞ ആള് ജനിച്ചു. പക്ഷെ അത് കേൾക്കുമ്പോ ഭ്രമിക്കുക. കാരണം ഇത് എന്നെ കുറിച്ചല്ല, ഇതെന്റെ കസാര പോകുന്ന കാര്യമാണ്, ഇതെന്റെ ലാഭങ്ങൾ കുറയുന്ന കാര്യമാണ്. അതിവേഗത്തിൽ ഈ 2, 3, 4 വാക്യങ്ങളിൽ 3 വിധത്തിലുള്ള ആത്മീകതയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. 3 തരത്തിലുള്ള ആത്മീകത ഈ വാക്യങ്ങളിൽ കാണാം. അതിനെ ഞാൻ ഇങ്ങനെ വിളിക്കട്ടെ. 1, ഹേരോദാവിന്റെ ആത്മീകത. 2,
മഹാപുരോഹിതന്റെയും ശാസ്ത്രിമാരുടെയും ആത്മീകത. മൂന്നാമത് വിദ്വാൻമാരുടെ ആത്മീകത. ഈ മൂന്നും ഇന്നത്തെ സഭകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടവും കാണാം. ഇത് തിരിച്ചറിയുന്നില്ല എന്നുള്ളത് മാത്രം. ഹേരോദാവ് പ്രതിനിധാനം ചെയ്യുന്ന ഒരാത്മീകതയുണ്ട്, സഭകളിലുണ്ട്, ഉപവസിക്കുന്നവരുടെ ഇടയിലുണ്ട്. ഹേരോദാവ് പ്രതിപുരുഷനായി നിൽക്കുകയാ. ഹേരോദാവിന്റെ ബാക്കിൽ നിൽക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. അയ്യോ, എന്തൊക്കെയായി പറയുന്നത്? അതെ അതെ, വിശ്വസിച്ചോ എന്ന് ചോദിച്ചാൽ വിശ്വസിച്ചു. എന്തുവാന്നുള്ളത് അവർക്കേ അറിയുള്ളൂ. പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഹേരോദാവ് പ്രതിനിധാനം ചെയ്യുന്ന ഒരാത്മീകത, യേശുവിന്റെ ഉപദേശങ്ങൾക്ക് സ്ഥാനമില്ലാത്ത ഒരാത്മീകത, ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം ഇല്ലാത്ത ഒരാത്മീകത. അങ്ങനെയുള്ളവർക്ക് യേശുവിന്റെ ഉപദേശം കേൾക്കുമ്പോ എന്താ തോന്നുന്നതെന്നറിയാം? പുള്ളി ആരാ വിളിച്ചേ? പുള്ളിയെ മാത്രമേ കിട്ടിയുള്ളൂ പ്രസംഗിക്കാൻ. യേശുവിന്റെ ഉപദേശം പറഞ്ഞാൽ അവിടെ അസ്വസ്ഥനാകുന്ന ഒരാത്മീയത. മത്തായിയുടെ സുവിശേഷം 5 മുതൽ 7 വരെ എല്ലാം വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിൽ 2 പ്രതികരണം വരും. ഇത് പ്രാക്ടിക്കൽ ഒന്നും അല്ല ബ്രദറെ, ഇങ്ങനെ ജീവിക്കുന്ന ആരുണ്ട്, ഒന്ന് കാണിച്ചേ. ആ ഒരു ആത്മീയത. അല്ലെങ്കിൽ പറയും, നേരെ തിരസ്കരിച്ചുകൊണ്ട് പറയും, പാസ്റ്റർ ജീവിക്കുന്നുണ്ടോ? ഇതിന് വില കൊടുക്കാത്ത, തിരസ്കരിക്കുന്ന, യേശുവിനെ വിറപ്പിച്ച്, ഇവിടെ നോക്കിയ താഴെയുള്ള വാക്യങ്ങളിൽ നോക്കുന്ന, എന്തിയെ ജനിച്ചാൾ, എന്തിയെ കൊല്ലുവാൻ പോലും തയ്യാറാകുന്ന, എന്ന് പറഞ്ഞാൽ ഇനി വേദി കൊടുക്കരുത്, കൊല്ലുവാൻ, ആ ശബ്ദം അടയ്ക്കാൻ. കാരണം കർണരസകരമായിട്ടുള്ളതല്ലത്. അതുകൊണ്ട് ഹേരോദാവ് പറഞ്ഞതുപോലെ 2 വയസ്സിൽ താഴെയുള്ള എല്ലാവരെയും, എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞേര് എന്ന് പറയുന്ന ഒരു ആത്മീകതയുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ഉപദേശത്തെ അടപ്പിക്കുന്ന ഒരു ആത്മീയത. കുടുംബ അന്തരീക്ഷത്തിലും യേശുവിന്റെ ഉപദേശങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല. പിന്നെ എന്താ സ്ഥാനമുള്ളത്? സങ്കീർത്തനത്തിന് സ്ഥാനമുണ്ട്, എരിഖോ മതിലിന് സ്ഥാനമുണ്ട്, ഏലിയാവിന് സ്ഥാനമുണ്ട്, ദാവീദിന് സ്ഥാനമുണ്ട്. യേശുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അസ്വസ്ഥതപ്പെടും. കാരണം ഞാൻ ആദ്യം പറഞ്ഞത് മുഴുവൻ എന്നെ സന്തോഷിപ്പിക്കും. എരിഖോ മതിലിന്റെ ചുറ്റിനും നടന്നപ്പോ വീണതുപോലെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒന്ന് നടന്നു നോക്ക്, എന്നെ സന്തോഷിപ്പിക്കുക. ഇത് ദാവീദ് ബാലകന്റെ കയ്യിൽ ഇരുന്നത് പോലെ നിന്റെ കയ്യിൽ, അത് എന്നെ സന്തോഷിപ്പിക്കുക. ഏലിയാവിന് വേണ്ടി ഇറങ്ങിയതുപോലെ നിനക്ക് വേണ്ടി, അത് എന്നെ സന്തോഷിപ്പിക്കുക. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ചെങ്കടൽ പിളർന്നതുപോലെ നിന്റെ മുമ്പിലുള്ള ചെങ്കടൽ എന്നെ സന്തോഷിപ്പിക്കുക. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ എന്നെ സന്തോഷിപ്പിക്കാൻ വലുതായിട്ടൊന്നുമില്ല. എന്നിൽ നിന്നും വലിയ ഡിമാൻഡാണ്. യേശുവിനെ പോലെ നീ ആകണം, നിന്റെ പണക്കൊതി മാറണം, ക്ഷമിക്കുന്നവനായി തീരണം, യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. യേശുവിന്റെ ക്രൂശ് നീ അതുപോലെ അനുഭവങ്ങൾ എടുക്കണം ജീവിതത്തിൽ. ഇതാർക്കാ ഇഷ്ടം? ഇതേത് ഉപവാസ പ്രാർത്ഥനയിലാണ് യേശു കേന്ദ്രീകൃതമായ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? ഹേരോദാവിന്റെ ആത്മീകതയെ ഒന്ന് അടുത്ത് പരിചയപ്പെടാം. ഈ ഹേരോദാവ് ആരാണെന്നറിയാം? 3-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഹേരോദ രാജാവ് ആരുടെ രാജാവാ? യഹൂദന്മാരുടെ രാജാവാ. ചിന്തിക്കണം, ഈ ഹേരോദാവിന് യഹൂദന്മാരുമായിട്ടുള്ള ബന്ധം ചരിത്രം പറയുന്നത് ഉണ്ടാക്കിയെടുത്തൊരു ബന്ധമാണ്. ഇദ്ദേഹം യഹൂദനെ അല്ല, ഏദോമ്യനാണ് ഈ ഹേരോദാവ്. പിന്നെങ്ങനെയാ നീ യഹൂദന്മാരുടെ രാജാവായത്? എങ്ങനെയാ ഈ തസ്തിക കിട്ടിയത്? എങ്ങനെയാണെന്നറിയാമോ ഹേരോദാവിന് ഈ തസ്തിക കിട്ടിയത്? വളരെ രസകരമാണ്. അതിനെക്കുറിച്ച് പഠിക്കുമ്പോ നമ്മുടെ സമൂഹങ്ങളിൽ ഇങ്ങനെയുള്ള ഒരുപാട് പേര് തസ്തിക കൊണ്ട് വന്നിരിക്കുകയാ. ഞാൻ വിശ്വാസിയാ. പക്ഷെ ജോലി സ്ഥലത്തിലോ കുടുംബ ജീവിതത്തിലോ വിശ്വാസിയുടെ യാതൊരു മണവും ഗുണവുമില്ലാത്ത വിശ്വാസി. ഞാൻ ഇന്ന് ചിന്തിക്കുകയായിരുന്നു, ഈ ഹേരോദാവിനോട് ആരെങ്കിലും ചെന്ന് ചോദിച്ചാൽ, ഹേരോദാവേ
എങ്ങനെയാണ് നീ ഇത് സംഘടിപ്പിച്ചത്? യഹൂദന്റെ രാജാവ് അങ്ങ് എങ്ങനെയായത്? ഏദോമ്യനായ അങ്ങ് എങ്ങനെ യഹൂദന്മാരുടെ രാജാവായി? ഹെരോദാവ് നമ്മളെ വിളിച്ചൊരു ക്ലാസ് എടുക്കും. എന്താണെന്നറിയാം? എൻ്റെ അപ്പൂപ്പന്മാർ യേശുക്രിസ്തു ജനിക്കുന്നതിന് 200 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണ്. അപ്പോൾ യഹൂദന്മാർ ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റായി അവരുടെ മേളിൽ ഒപ്രഷൻ, എല്ലാത്തിനെയും സ്വതന്ത്രം കിട്ടിയ സമയത്ത് ഈ ഏദോമ്യരെ നിർബന്ധമായി കൺവേർട്ട് ചെയ്തു. ഏദോമ്യ ആൾക്കാരെ നിർബന്ധമായി പറഞ്ഞു, യഹൂദന്മാരുടെ ഈ സമ്പ്രദായങ്ങളിൽ നിങ്ങളും വരണം. ഹെരോദാവ് പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുത്തൊന്നുമല്ല, ഇതങ്ങനെ ആയിപ്പോയതാ. എൻ്റെ പൂർവ്വപിതാവ് ഏദോമ്യനാ, ഞങ്ങളല്ല ഏദോമ്യരാ. പക്ഷേ ഈ യഹൂദന്മാര് ഒരു സമയത്ത് ഭയങ്കരമായിരുന്നു. അവര് കത്തി നിന്നൊരു സമയമുണ്ട്. അപ്പോ അങ്ങ് പോയതാ. പലരും പെന്തക്കോസ്റ്റൽ സമൂഹത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്നറിയാമോ? കത്തി നിന്ന ഒരു കാലമുണ്ട്. ആ കത്തി നിന്ന കാലത്ത് ഉപവാസ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ അഭിഷേകം ചൊരിഞ്ഞ നിമിഷങ്ങളാണ്. അന്യഭാഷ അടയാളത്തോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച്, തപ്പിനോടും നൃത്തത്തോടും കൂടെ സ്തുതിച്ച്, സ്ഥലകാല പരിമിതികൾ മറന്നാരാധിച്ചൊരു കൂട്ടം അന്ന് കേറി. ആര് കേറി? അപ്പച്ചൻ കേറി, അല്ല വല്യപ്പച്ചൻ കേറി. അവർക്കറിയാം ഇതെന്താ സംഭവിച്ചെന്ന്. പക്ഷെ ഹേരോദാവിന് ഇത്ര അറിയത്തുള്ളൂ, ഞാൻ ജനിച്ചപ്പോഴേ ഞങ്ങൾ ഇങ്ങനൊരു സമ്പ്രദായത്തിലാ. ഇതെങ്ങനെ പിന്നെ രാജാവായടെ നീ സമ്മതിച്ചു? ഏദോമ്യനായ നിന്റെ വലിയ പിതാവ് യഹൂദന്മാരാൽ സ്വാധീനപ്പെട്ട് ഇതിനകത്ത് വന്നു. പക്ഷെ നീ അങ്ങനെ രാജാവായി? യഹൂദന്മാരുടെ രാജാവ് ഒരു യഹൂദനല്ലേ ആകേണ്ടത്? പരീശന്മാരുടെ ഇടയിൽ നിന്നോ ശാസ്ത്രിമാരുടെ ഇടയിൽ നിന്നോ ആരെങ്കിലുമല്ലേ ഈ രാജാവാകേണ്ടത്? അല്ലെ ദാവീദിന്റെ സന്തതി പരമ്പരയിലുള്ള ആരെങ്കിലുമല്ലേ രാജാവാകേണ്ടത്? ഹെരോദാവിന്റെ സാക്ഷ്യം എന്തായിരിക്കും എന്നറിയാമോ? അതൊക്കെ നിഷ്പ്രയാസമാണ്. കഴിവുണ്ട്, എനിക്ക് കഴിവുണ്ട്. ഗവർണറായിരുന്നു ഹെരോദാവ്. 7 വർഷം പലസ്തീന്റെ ഗവർണറായിരുന്നു. ഗവർണറായപ്പോ കഴിവും മിടുക്കും ഒക്കെ തെളിയിച്ചു. ഈ കഴിവും മിടുക്കും ഒക്കെ തെളിയിച്ചപ്പോ രാജാവ് റോമൻ സീസർ പറഞ്ഞു, നീ ഗവർണറായിട്ടൊന്നും ഇരുന്നാ പോരാ, നീ എന്തോ ചെയ്യണോന്നറിയോ? നീ ഏറ്റവും അങ്ങ് എടുക്ക്, ഈ പലസ്തീന്റെ മുഴുവൻ ചുമതല എടുക്ക്. ഗവർണറായി ഒന്നും അല്ല താങ്കൾ ഇരിക്കേണ്ടത്, രാജാവായി തന്നെ ഇരിക്കെ. 40 BC കൊടുത്ത ടൈറ്റിൽ ആര്? റോമൻ കൈസർ കൊടുത്ത ടൈറ്റിലാണ് യു ആർ ദ കിങ് ഓഫ് ദ ജൂസ്. ആത്മീയതയുണ്ടോ ഈ പുള്ളിക്ക്? ആത്മീയതയുണ്ട്. ഞാൻ പറയാം എന്താന്ന്. ഈ പുള്ളി ഹെരോദാവിനെ ശരിക്കും നോക്കണം, അടുത്ത് നോക്കണം. ഇതൊരാത്മീയതയുടെ ആൾരൂപമാണ്. ഇദ്ദേഹത്തിന്റെ ആത്മീയത എന്താണെന്നറിയാമോ? എല്ലാരെയും സന്തോഷിപ്പിക്കണം. ക്രൈസ്റ്റ് സെന്റേഡ് വല്ലതും ബ്രദറെ, ഈ ക്രൈസ്റ്റ് സെന്റേഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചുമ്മാ ആൾക്കാരെ വിമർശിച്ച് നിങ്ങൾ മാത്രമേ ഉള്ളൂ സത്യമെന്ന് ആ രീതിയിലൊന്നും ക്രൈസ്റ്റ് സെന്റേഡ് എല്ലാരെയും നമുക്ക് ആവശ്യമാണ്. നമുക്ക് എല്ലാരെയും സന്തോഷിപ്പിക്കണം. ഹെരോദാവ് അതിന് എന്തോ ചെയ്തെന്നറിയാം? യഹൂദന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ദേവാലയത്തെ തന്നെ നോക്കി. ഈ ദേവാലയത്തിന് വല്ലതും ചെയ്താൽ യഹൂദന്മാർക്ക് സന്തോഷമാകും. ആത്മീയതയുണ്ടോ ആളിന്? തീർച്ചയായിട്ടും ഉണ്ട്. അല്ലേ ഈ ദേവാലയത്തെ മിനുക്കുപണി ചെയ്യാൻ ആൾ വരുമോ മുമ്പിലോട്ട്? യോഹന്നാന്റെ സുവിശേഷം 2:20 എഴുതിയിരിക്കുന്നത് 46 വർഷമായി ഈ സമയമെടുത്ത് പണിഞ്ഞത് ഇപ്പൊ തകർത്ത് 3 ദിവസം കൊണ്ട്. ചരിത്രം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാം? ശലോമോൻ പണിഞ്ഞ ദേവാലയത്തെ കാട്ടി മിന്നിത്തിളങ്ങുന്ന ദേവാലയം പണിഞ്ഞു കളഞ്ഞു ഈ ഹെരോദാവ്. ഹെരോദാവിന്റെ ആത്മീയത എന്താന്ന് ചോദിച്ചാൽ, ഇതെങ്ങനാ ബ്രദറെ പെന്തിക്കോസിലായത്? അത് ഞങ്ങളുടെ വെല്ലിപ്പച്ചന്മാർ മുതലേ ഇതിനകത്തുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇനി സാർ എന്തോ ചെയ്യും ദൈവവേലയ്ക്ക് വേണ്ടി? എന്തെങ്കിലും പ്രൊജക്റ്റ് ഉണ്ടോ? ഞാൻ പൈസ കൊടുക്കാം. ഇതാ ഹെരോദാവിന്റെ ആത്മീയത. ഇതിൽ കവിഞ്ഞ് ഹെരോദാവിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. ഹെരോദാവിന്റെ ആത്മീയത എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കുന്ന ആത്മീയത, പ്രൗഢിയുടെ ആത്മീയത,
നേടിയതിന്റെ ആത്മീകത, സക്സസിന്റെ ആത്മീകത. ഏദോമ്യനായ എന്റെ പിതാവിന്റെ മകനായി, കൊച്ചുമകനായി ഞാൻ ജനിച്ചു. ഞാനൊരു ഗവർണറായിട്ട് 7 വർഷം. ദൈവം ഉയർത്തി. ആ ആത്മീകത. ദൈവം ഉയർത്തിയാൽ എന്തോ ചെയ്യും? ഞാൻ പണിഞ്ഞു കൊടുത്തേക്കാം, ഞാൻ സ്ഥലം വാങ്ങിച്ചു കൊടുത്തേക്കാം, ഞാൻ 5 മിഷണറിമാരെ സപ്പോർട്ട് ചെയ്തേക്കാം. ഈ ആത്മീകത നിങ്ങൾ പറ ദൈവമക്കളെ, ഈ ആത്മീകത നമ്മുടെ സഭകളുടെ അകത്ത് കയറിയോ ഇല്ലയോ? നമ്മൾ പലരും കൊച്ചിലെ മുതൽ കേട്ടുവന്ന സാക്ഷ്യം എന്തോ? പല സാക്ഷ്യത്തിന്റെയും ഉള്ളടക്കം ഇതല്ലേ? ഏദോമ്യനായ എന്നെ യഹൂദന്റെ രാജാവാക്കിയ ദൈവം, ഒന്നുമില്ലാതെ ഇറങ്ങിയ എനിക്ക് ഈ ദേശത്ത് വന്ന് പാർക്കാനും ഇത്രമാത്രം സുഖ സൗകര്യങ്ങളും കിട്ടാൻ, അതിനോട് ചേർന്നൊരു പാട്ടൂടെ പാടും, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. ഇതിന്റെ ഉള്ളടക്കം ഇത്രയുമേ ഉള്ളൂ. ആത്മീകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ, സെൽഫ്, എനിക്ക് കിട്ടിയതിന്റെ ഞാൻ കൊടുക്കുന്നതിന്റെ ആത്മീകത. ഹേരോദാവിനെ അടുത്ത് പഠിച്ചാൽ, ഹേരോദാവ് യഹൂദന്റെ രാജാവാണെങ്കിലും യഹൂദൻ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് കയ്യിലുള്ളത്. ക്രിസ്തു കേന്ദ്രീകൃത ജീവിതമെന്ന് വല്ലതും പറഞ്ഞാൽ ഹേരോദാവ് എന്തോ ചെയ്യുമെന്നറിയാം? ഹേരോദാവിന് ചരിത്രത്തിൽ പറയുന്നത്, കോമ്പറ്റീഷൻ ഇദ്ദേഹത്തിന് ഇഷ്ടമേ അല്ല. നോ കോമ്പറ്റീഷൻ. ദൈവം എന്നെ മാനിച്ചു, ഉയർത്തി, ഞാൻ സാമ്പത്തിക സൗകര്യം കൊണ്ട് സഹായിക്കുന്നു, എന്നെ ചോദ്യം ചെയ്യരുത്, എൻ്റെ ജീവിത ശൈലി ചോദ്യം ചെയ്യരുത്, എൻ്റെ സ്ഥാനം, എൻ്റെ മാനം, എൻ്റെ ഉയർച്ച, ഇതിനെതിരെ പ്രവാചകൻ പറഞ്ഞാൽ കാണിക്കും. ആ ഒരു ആത്മീയത. ഹെരോദാവ് എന്ത് ചെയ്തെന്നറിയാമോ? ചരിത്രത്തിൽ തൻ്റെ 3 പുത്രന്മാരെ വധിച്ചു കളഞ്ഞു. എന്താ? അയ്യോ, ആലയം ബ്യൂട്ടിഫൈ ചെയ്തയാളോ? യെരൂശലേം ദേവാലയം പുതുക്കി പണിഞ്ഞ് ബ്യൂട്ടിഫൈ ചെയ്തയാള് 3 സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞു. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇതാ ആത്മീയത. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യനാരുമില്ല. അതാ. പക്ഷേ ഇങ്ങനെ ഒരാള് ലോക്കൽ സഭയിൽ വന്നാൽ എന്തോ സംഭവിക്കുമെന്നറിയാമോ? ഈ പാട്ട് അങ്ങോട്ട് തന്നെ അങ്ങ് പാടും. എനിക്കൊപ്പം പറയാൻ ഒരാളുമില്ല, എന്നെ പോലെ ആരാധ്യനാരുമില്ല. ലോക്കൽ സഭയിൽ കാണാം. അദ്ദേഹത്തിന്റെ കസാരയിൽ വേറൊരാൾ ഇരുന്നാൽ പ്രശ്നം ഉണ്ടാക്കും. കാരണം കൊടുക്കുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്, നല്ല സ്ഥാനത്തിലായിട്ടുണ്ട്. എന്തോ പ്രസംഗം കേട്ടാലും അനങ്ങത്തില്ല. കാരണം അനങ്ങേണ്ട കാര്യമില്ല. ഹേരോദാവ് ചെയ്തത് ശ്രദ്ധിക്കണം. 3 മക്കളെ കൊന്നത് മാത്രമല്ല, 10 ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയെ വധിച്ചു കളഞ്ഞു. ഹേരോദാവേ, യഹൂദന്റെ രാജാവോ, ഇങ്ങനൊക്കെ ചെയ്യാമോ? ഹേരോദാവിന് ഒറ്റ ഇതേ ഉള്ളൂ, ഇതാ എന്റെ ആത്മീയത, ഇതാ എന്റെ ആത്മീയത. സ്വഭാവ രൂപീകരണമില്ലാതെ ഒരു ലേബലിന്റെ കീഴിൽ സമൃദ്ധിയുടെ കൊഴുപ്പിൽ, കൊടുപ്പിന്റെ ബലത്തിൽ നിൽക്കുന്ന ഒരാത്മീയത. ഭാര്യയെ മാത്രമല്ല, ഭാര്യയുടെ അമ്മയും കൂടെ കൊന്നു. ഇതെല്ലാം ചരിത്രമാണ്. ഈ ചരിത്രമെല്ലാം ചുറ്റി നിൽക്കുന്ന ആളാണ് ഇപ്പൊ യഹൂദന്മാരുടെ രാജാവ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ 1-ാമത്തെ സെഷനിൽ ആഴമായി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്തിനെന്നറിയാമോ? ദൈവമേ, ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ സമൂഹങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ ലോക്കൽ സഭകളെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി ഞങ്ങളിൽ പൊങ്ങുന്നതിനെ ക്രൂശിക്കുവാൻ, അടക്കി ജീവിപ്പാൻ, സമൃദ്ധിയുടെ കൊഴുപ്പിൽ കണ്ണു കാണാതെ വായിൽ വരുന്നത് അഹന്തയോട് പറയുന്ന ഒരാത്മീകത വേണ്ട കർത്താവേ. ആ നിഗളം വന്നു പോയെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. ഇളകിപ്പോയത് അതുകൊണ്ടാ.
ഹേരോദാവിന് ഈ സ്ഥാനം വിട്ടുള്ള ഒരു പരിപാടിയും ചിന്തിക്കാനൊക്കത്തില്ല. രണ്ടാമത്തെ വാക്യത്തിൽ അവർ വന്ന് ചോദിക്കുന്നത് എന്താണെന്നറിയോ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ആരോടാ ചോദിക്കുന്നത്? യഹൂദന്മാരുടെ രാജാവിനോട്. ഞാൻ ചിന്തിക്കുക, യഥാർത്ഥത്തിലുള്ളൊരു യഹൂദന്റെ രാജാവായിരുന്നിതെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. യഥാർത്ഥത്തിലൊരു യഹൂദന്റെ രാജാവായിരുന്നു ഇതെങ്കിൽ ആ വിദ്വാൻമാരുടെ ചോദ്യത്തിൽ എന്ത് പ്രതികരണമാ വരണ്ടേന്നറിയാം. വിദ്വാൻമാർ വന്ന് ചോദിക്കുക, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചാൽ എന്റെ ഭാവന ഞാൻ കാണാം. ഇത് യഥാർത്ഥ യഹൂദന്മാരുടെ രാജാവായിരുന്നെങ്കിൽ അവനിൽ വരേണ്ട പ്രതികരണം എങ്ങനെ ആയിരിക്കുമെന്നറിയാമോ? സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവ് ഫ്രണ്ടിലോട്ട് കമന്നു വീണ്, സത്യം പറ, യഹൂദന്മാരുടെ രാജാവ് ജനിച്ചോ? ഇനി എനിക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ നോക്കിയിരുന്നത് എനിക്ക് ആലയത്തെ ബ്യൂട്ടിഫൈ ചെയ്യാൻ ഒത്തു, അതിൽ ദൈവ സാന്നിധ്യം കൊണ്ടുവരാൻ എനിക്ക് കഴിയത്തില്ല. ഞാൻ സമാധാനം ഉണ്ടാക്കാൻ നോക്കി, പക്ഷെ സമാധാനം കൊടുക്കാൻ എന്റെ കയ്യിലില്ല. പക്ഷെ സമാധാന പ്രഭു, അത്ഭുത മന്ത്രി, വീരനാം ദൈവം ജനിക്കുമെന്ന് എനിക്കറിയാം. അത് ജനിച്ചെങ്കിൽ എന്റെ റോള് കഴിഞ്ഞല്ലോ. അതല്ലേ പ്രതികരണം വരേണ്ടിയിരുന്നത്. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ആത്മീയത എന്ന് പറയുന്നത് സ്വാർത്ഥതയുടെ ഒരു മുഖം അതിനുണ്ടെങ്കിൽ, ഈ ആത്മീയത ഉപവാസവും വചന കേൾവിയും എല്ലാം എന്റെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് കൂടുന്നതും എന്റെ മക്കളുടെ വിദ്യാഭ്യാസവും എനിക്ക് കൊടുക്കുന്നുണ്ട്, അതിലൊരു ബലവും മാത്രമാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫ്, ദാറ്റ് ഈസ് ഹെരോദ് സ്റ്റൈൽ സ്പിരിച്വാലിറ്റി. അത് ഹെരോദാവിന്റെ ഒരു ആത്മീയതയാണ്. അത് ഡേഞ്ചറസ് ആയിട്ടുള്ള, അപകടകരമായിട്ടുള്ള ഒരു ആത്മീയതയാണ്. ഒരു എൻകൗണ്ടർ ഈ രാജാവുമായി ഇല്ലെങ്കിൽ ഹെരോദാവിനെ പോലെ അധപ്പതിക്കുന്ന, ആത്മീയതയിൽ അധപ്പതിച്ച് താഴെ വീരുന്ന സക്സസ് സ്റ്റോറി എല്ലാം അവിടെ ഇരിക്കുമ്പോൾ, ബിസിനസിന്റെ വളർച്ച എല്ലാം അവിടെ ഇരിക്കുമ്പോൾ, തസ്തിക തലക്കെട്ട് അവിടെ ഇരിക്കുമ്പോൾ, ജീവനുള്ള രാജാവുമായി ബന്ധമില്ലാതെ, ബൈബിൾ വായനയില്ലാതെ, കുടുംബ പ്രാർത്ഥനയില്ലാതെ, ഭാര്യയും ഭർത്താവോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളില്ലാതെ, പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കുന്ന സമയത്ത് അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും ഒരു ഓൾഡ് ഫാഷനായി പോയെങ്കിൽ, അതിൽ നിന്ന് ഈ 2020 അവസാനം ദൈവത്തോട് പറ, ഞങ്ങളെ ഒന്ന് മടക്കി കൊണ്ടുപോകണമേ. ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫിലേക്ക്, യേശുവിന്റെ രാജ്യത്വത്തിന്റെ കീഴിൽ വരുന്ന ആ അനുഭവത്തിലേക്ക് ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകണമേ. എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണേ, എന്റെ കുടുംബത്തെ കൊണ്ടുപോകണമേ. കൊടുപ്പിലുള്ള തൃപ്തി മാത്രമല്ല, ബന്ധത്തിലുള്ള അനുഭവം. ഈ ഹെരോദാവ് ഇത്രയും ഡിസ്റ്റർബ് ആകാൻ കാര്യം, ഈ രണ്ടാമത്തെ വാക്യത്തിൽ യഹൂദ, അവിടെ എല്ലാവരും ശ്രദ്ധിക്കണം, വലിയ കാര്യമുണ്ട് അവിടെ. പുതിയ നിയമത്തിലെ 2ാമത്തെ പേജിലാണ്. ഭയങ്കര കാര്യമാണ്. ഈ 2ാം പേജിലെ കാര്യം മനസ്സിലാക്കിയാൽ ഭയങ്കര വിടുതൽ സംഭവിക്കും. എന്താ ചോദിച്ചാൽ, ഇവർ വന്ന് ചോദിക്കുന്ന ചോദ്യം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഇമ്മീഡിയറ്റ് ആയിട്ട് ഹെരോദാവ് അത് കേട്ടിട്ട് നോക്കിയേ, അവനും യെരുശലേം ഒക്കെയും, എന്നെ ചിന്തിപ്പിച്ച പദവാ, യെരുശലേമേ, യെരുശലേം ഇങ്ങനായോ? ഹെരോദാവ് ഏദോമ്യനാണ്. ഹെരോദാവിന് വേണ്ടുപോലെ മാനസാന്തരം ഇല്ല എന്നൊക്കെ പറയാം. വന്ന വഴി ഇങ്ങ് കേറിപ്പോയതാ പെന്തിക്കോസിലേക്ക്. വന്ന വഴി സ്നാനപ്പെട്ടില്ലെങ്കിൽ എന്തോ തോന്നുമെന്ന് കണ്ട് കേറിയതാ. ഇതൊക്കെ ഹെരോദാവിനെ കുറിച്ച് പറയാം. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഹെരോദാവ് മാത്രമല്ല, യെരുശലേം ഒക്കെയും ഭ്രമിച്ചു. കാരണം എന്താ? യെരുശലേം ഒക്കെയും ഭ്രമിക്കാൻ കാരണം എന്താ? യെരുശലേമിൽ വാഴുന്ന പ്രവാചകൻ പറഞ്ഞ രാജാവ് ജനിച്ചപ്പോ യെരുശലേം പേടിച്ചു പോകാൻ കാര്യം എന്താ? പ്രധാന കാര്യം അതാ, സുവിശേഷം. എന്താണെന്നറിയാമോ കാര്യം? പലസ്തീനിൽ
ഒറ്റ രാജാവേ പാടത്തു, ഒറ്റ രാജാവേ പാടുള്ളൂ. അതുകൊണ്ടാ പേടിച്ചത്. യെരൂശലേം പേടിക്കാൻ കാര്യം, എന്റെ പൊന്നപ്പച്ചോ, ദൂതൊക്കെ കിടപ്പുണ്ട്. ശരിയാ, ദൂതൊക്കെ കിടപ്പുണ്ട്. രാജാവൊക്കെ ജനിക്കും. പക്ഷെ ഞങ്ങൾക്കിപ്പോ ഒരു രാജാവ് ഉണ്ടല്ലോ. ഹേരോദാവ് എന്ന് പറയുന്ന രാജാവ് ഞങ്ങൾക്ക് നല്ല അനുകൂലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ദേവാലയമൊക്കെ പുതുക്കി പണിഞ്ഞു, ഞങ്ങളുടെ റോഡൊക്കെ നല്ലവണ്ണം കൺസ്ട്രക്ട് ചെയ്ത് തന്നു. ആ അച്ഛൻ വിചാരിച്ചാൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. അപ്പോ ഒരു ഡിസ്റ്റർബിംഗ് ന്യൂസ് ആണിത്. എന്താ ഡിസ്റ്റർബിംഗ് ന്യൂസ് എന്നറിയാമോ? യഹൂദന്മാരുടെ രാജാവ് ജനിച്ചു. യെരൂശലേം മുഴുവൻ പേടിച്ചു പോയി. കാരണം ഇതാരാ? റോമൻ കൈസർ അറിഞ്ഞാൽ എന്തോ പറയുമെന്നറിയാമോ? നോ, നോട്ട് പോസിബിൾ. യഥാർത്ഥ യഹൂദന്മാരുടെ രാജാവ് അതാണെങ്കിൽ ഹേരോദാവെ മാറിക്കൊടുക്കണം. There cannot be two kings. രണ്ട് രാജാക്കന്മാർ ഉണ്ടാകാൻ ഒക്കത്തില്ല. അതുകൊണ്ടാ യെരൂശലേം ഭ്രമിക്കുന്നത്. സുവിശേഷം എന്താണെന്നറിയാമോ? നമ്മൾ കേൾക്കാതെ പോയ ഒരു സുവിശേഷം എന്താണെന്നറിയാം? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലേക്ക് 4-ാം അധ്യായം 17-ാമത്തെ വാക്യം സുവിശേഷത്തിന്റെ കാതൽ പറയുന്നതൊന്ന് കേട്ടു നോക്കിക്കേ. 4:17 സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. സുവിശേഷത്തിൽ ഒരാൾ വിശ്വസിക്കണമെങ്കിൽ മാനസാന്തരം വേണം എന്ന് പറഞ്ഞാൽ എനിക്കിനി രാജാവാകാൻ ഒക്കത്തില്ല. എന്റെ കസാര ഞാൻ മാറ്റിക്കൊടുത്താലേ ഒക്കത്തുള്ളൂ. യേശുവിനെ എന്റെ കുടുംബത്തിൽ പ്രതിഷ്ഠിക്കണം. എന്റെ തീരുമാനങ്ങൾ എന്റെ ഇഷ്ടത്തിനല്ല നടക്കേണ്ടത്. എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി, എന്റെ സ്വപ്നം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ആത്മീയതയല്ല, അത് പിടിച്ചു വാങ്ങിക്കുന്ന ഉപവാസ പ്രാർത്ഥനയല്ല. രാജാവേ, വന്ന് സിംഹാസനത്തിൽ ഇരിക്കണമേ. എന്റെ തലമുറയെ കുറിച്ചുള്ള അങ്ങയുടെ ഇഷ്ടം മാത്രമേ നിറവേറാകെ. എനിക്കൊരു വീട് പണിയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ ഇഷ്ടം നടക്കരുത്. രാജാവേ, രാജാവിന്റെ വീട്ടിൽ വന്നൊന്ന് വാഴണമേ. ആ ഒരു ആത്മീയത, ആ ഒരു സുവിശേഷം, ഇത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. പല കൺവെൻഷൻ വേദികളിലും ഒക്കെ മുഴങ്ങുന്നത് എന്റെ രാജ്യത്തിന്റെ സുവിശേഷം. അതുകൊണ്ടാണ് ഈ ആൾക്കാർ ചാടി ഓടി സ്റ്റേജിന്റെ ഫ്രണ്ടിലോട്ട് വന്ന് യേശുവിനെ എനിക്ക് വേണം, യേശുവിനെ എനിക്ക് വേണം. ഹേരോദാവ് എന്തോ പറയുമെന്നറിയാമോ? ഈ യേശുവിനെ എനിക്ക് വേണ്ട, ഈ യേശുവിനെ എനിക്ക് വേണ്ട. കാരണം സുവിശേഷത്തിൽ നമ്മളെ വിളിക്കുന്നത് ഇറ്റ് ഈസ് ഫോർ ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫ്. ഒരാൾ യേശുവിനെ അംഗീകരിച്ചാൽ ആ വ്യക്തി പറയുന്നത് എന്താ? റോമാലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവെന്ന് വായികൊണ്ട് ഏറ്റു പറയുകയും എന്ന് പറഞ്ഞാൽ എന്താ? ഞാനല്ല ഇനി കർത്തൃത്വം നടത്തുന്നയാൾ, എനിക്കിനി തീരുമാനമെടുക്കാൻ ഒക്കത്തില്ല. എന്റെ കുടുംബത്തിൽ അങ്ങ് വന്ന് വാഴണമേ, ദൈവരാജ്യം എന്നിൽ വരണമേ, ദൈവത്തിന്റെ ഭരണം എന്നിൽ വരണമേ. ദൈവമക്കളെ, നിങ്ങളിൽ ആ ദൈവ ഭരണം ഒന്ന് വരട്ടെ. നിങ്ങളുടെ ചില തീരുമാനങ്ങളുടെ നടുക്ക് നിന്ന് മകനെ ഇത് സാധ്യമല്ലെന്ന് പറയുന്ന യേശുവിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കട്ടെ. There cannot be two kings. രണ്ട് രാജാക്കന്മാർ ഉണ്ടാകാൻ ഒക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ രണ്ട് രാജാക്കന്മാർ ഉണ്ടാകാൻ പാടില്ല. സുവിശേഷം മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ചിന്തിക്കുന്നത്, ഞാൻ പറയാം, തുറന്നു പറയാം, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് പുകവലി നിർത്തുന്നതും പുകയില ഇടുന്നതും മദ്യപാനം നിർത്തുന്നതും ആഭരണം ഊഴുന്നതും മാത്രമാണ്. അത് വേണോ വേണ്ടയോ? അത് തീർച്ചയായിട്ടും വേണം. പുകവലി നിർത്തി എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേൾക്കുന്ന കാര്യങ്ങൾ വളരെ ഭയാനകമാണ്. ഹേരോദാവിനെ പോലെ യഹൂദന്റെ രാജാവെന്നുള്ള തസ്തികയുണ്ട്, പക്ഷേ ഈ പറയുന്ന ഗുണവും മണവും ഒന്നും ഈ പറഞ്ഞ കാര്യങ്ങളിൽ പോലും ഇല്ല. അങ്ങനെയുള്ളവരും ഉണ്ട്. ഇതെല്ലാം മാറ്റിയെന്ന് വെക്കാം. ഈ പറയുന്ന മദ്യപാനം വിട്ടു, പുകവലി നിർത്തി, സിനിമ കാണുന്നില്ല, ആഭരണം ഊരിക്കളഞ്ഞു, അന്യ ദേവന്മാരുടെ അടുക്ക പ്രാർത്ഥിക്കുന്നില്ല. പക്ഷെ എന്താ മാറാഞ്ഞതെന്നറിയാം? ഈ എക്സ്റ്റേണൽ കാര്യമെല്ലാം മാറി. മാറാഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ ഹൃദയം മാറിയില്ല. ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫിന് തടസ്സം there is no transformation in the heart. ഒന്ന് ചിന്തിച്ചേ,
നിങ്ങളുടെ സ്വപ്നവും നിങ്ങളുടെ അപ്പുറത്തുള്ള അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവരുടെ സ്വപ്നവും തമ്മിൽ വ്യത്യാസമുണ്ടോ ഇല്ലയോ? സാധാരണഗതിയിൽ വ്യത്യാസം ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. എല്ലാവരുടെയും ആഗ്രഹം നല്ലായി പണം ഉണ്ടാക്കണം, വീടുകൾ പണിയണം, വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടണം. മക്കളെ പപ്പായ്ക്ക് പറ്റിയ പോലെ പറ്റരുത്, പപ്പ കുവൈറ്റ് വരെ ആയി പോയുള്ളൂ, നീ നല്ലവണ്ണം പഠിച്ചെങ്ങനെങ്കിലും ഓസ്ട്രേലിയയിലേക്ക് പൊക്കോണം. ഇതല്ലേ വേറെ ആൾക്കാരുടെ ആഗ്രഹം? ഇതല്ലേ യേശുവിനെ പിൻപറ്റാത്തവരുടെയും ആഗ്രഹം? ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന എന്തിനും ചോദിച്ചാൽ മറ്റുള്ളവർ എവിടെങ്കിലും പോയി നേർച്ചയിടുന്നു ഇത് നടക്കാൻ. മകന് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏതോ ദേവിയെ കടാക്ഷിക്കണമേ. നമ്മൾ സഭയിൽ വന്ന് പറയുന്നു, യേശുവെ കടാക്ഷിക്കണമേ, എൻ്റെ മകനെ ഒന്ന് വലുതാക്കണമേ. ഒരു വേദപണ്ഡിതൻ, ഒരു ചിന്തകൻ പറഞ്ഞത് എൻ്റെ മനസ്സിലിരിക്കുക. പലരുടെയും ജീവിതത്തിൽ എന്താണെന്നറിയാമോ നടന്നത്? ട്രാൻസ്ഫർ ഓഫ് ഗോഡാ നടന്നത്. നേരത്തെ ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ആരോ പറഞ്ഞു യേശു എന്നുള്ളത് സർവശക്തരമാണ്. അപ്പൊ പഴയ വിഗ്രഹത്തിന്റെ ആ സ്ഥാനത്ത് ഇപ്പൊ യേശുവിനെ വെച്ചിരിക്കുക. പോയി നിൽക്കുക, യേശുവേ ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ പോകുക, ഇതിനൊരു വിടുതൽ കാണാതെ ഞാൻ എഴുന്നേക്കത്തില്ല. എന്തിന്? ഏതെങ്കിലും ഈ ലോകത്തിലെ ഒരു കാര്യം. ട്രാൻസ്ഫർ ഓഫ് ഗോഡ് നടന്നു. എന്തോ നടന്നില്ലെന്നറിയാമോ? ട്രാൻസ്ഫോർമേഷൻ നടന്നില്ല. സുവിശേഷം എന്താണെന്നറിയാമോ? ട്രാൻസ്ഫർ ഓഫ് ഗോഡ് അല്ല സുവിശേഷം. സുവിശേഷം ട്രാൻസ്ഫോർമേഷനാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു മനുഷ്യന് ചെയ്യാനൊക്കാത്ത, ഒരു പ്രസംഗകന് ചെയ്യാനൊക്കാത്ത, ഒരു പ്രവാചകനും ചെയ്യാനൊക്കാത്തത് ദൈവത്തിന്റെ വചനത്തിന് ഇന്ന് ചെയ്യാൻ കഴിയട്ടെ. യേശുവിനെ പിൻഗമിക്കാൻ തുടങ്ങിയ ദിവസം ഉണ്ടായിരുന്ന ആ പ്രതിഷ്ഠ, ആ ആഗ്രഹം, ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ നോക്കി പറഞ്ഞ ദൂതുകൾ, അതെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി സ്വന്തമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അനുഭവമാണെങ്കിൽ, ആ സ്വന്തമായി നേടിയ ജോലി, സ്വന്തമായി നേടിയ പ്രൗഢഗംഭീരമായ അനുഭവങ്ങൾ, അതിനകത്ത് നിന്നും ഹെരോദാവിനെ പോലെ ഇന്നാ പിടിച്ചോ കുറച്ച് പൈസ, നിന്റെ ആലയം പോയി ഒന്ന് നന്നാക്കെന്ന് പറയുന്ന അവസ്ഥയാണെങ്കിൽ ഓർക്കണം, യേശുവിന് കുറച്ച് ലെഫ്റ്റ് ഓവർ മണിയല്ല വേണ്ടിയത്. യേശുവിന് കുറച്ച് ഈ ആലയം മിനുക്കുന്ന പരിപാടികളല്ല വേണ്ടിയത്. ഇന്റർലോക്കിന്റെ പൈസ ഞാൻ അങ്ങ് സ്പോൺസർ ചെയ്തേക്കാം, അതല്ല യേശുവിന് വേണ്ടിയത്. ഹൃദയത്തിനകത്തെ ആ കസാര, ആ വാഴുവാനുള്ള കസാര, അവരവിടെ ഇരിക്കട്ടെ, യേശു അവിടെ ഇരിക്കട്ടെ. എന്റെ ഹിതം നടക്കരുതേ എന്ന് പറയുന്ന ഒരു ആത്മീയത. കൈ ഉയർത്തി ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും ഒരു നിമിഷം കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നിൽ യേശു ഒന്ന് വാഴട്ടെ. ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫിന് തടസ്സമായുള്ളതിനെ എന്നിൽ നിന്നൊന്ന് മാറ്റണമേ ഇന്ന് രാത്രിയിൽ. എല്ലാവരും ഒരു നിമിഷം കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. എന്തിനെന്ന് ചോദിച്ചാൽ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തട്ടെ, നിന്റെ ഈ തീരുമാനം അത് നീ തന്നെ രാജാവായി എടുത്ത തീരുമാനമല്ലേ? ആ ദൂത് നീ കേട്ടപ്പോൾ നീ ഡിസ്റ്റർബ്ഡ് ആയത് എന്തുകൊണ്ടാ? യേശുവിന്റെ വചനം നീ കേട്ടപ്പോൾ നീ ഡിസ്റ്റർബ്ഡ് ആയത് എന്തുകൊണ്ടാ? ഇന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നതല്ല, എന്നെ തന്നെ താഴ്ത്തുന്ന ഒരു ദിവസമായി മാറട്ടെ. എന്നിൽ ദൈവപ്രവൃത്തി തുടങ്ങുന്ന ഒരു നിമിഷമായി മാറട്ടെ. ആഴമായിട്ടുള്ളൊരു രൂപാന്തരത്തിലേക്ക് നയിക്കട്ടെ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ എല്ലാവരുടെ ഒരു തീരുമാനം എടുക്കണം. എന്തെന്നറിയാം? ഈ മക്കൾ ദൈവം നൽകിയിരിക്കുന്ന ദാനമാണ്. എന്റെ സ്വപ്നം അടിച്ചേൽപ്പിക്കാനുള്ള വസ്തുക്കളല്ല നിങ്ങളുടെ മക്കൾ. യേശുവിന്റെ ഹിതം അവരിൽ നടക്കട്ടെ. യേശുവിന്റെ ഹിതം അതിലേക്ക് അവരെ വലിച്ചുകൊണ്ട് നടത്താനുള്ള വലിയ ഉത്തരവാദിത്വമാണ് നിങ്ങൾക്കുള്ളത്. അല്ലെങ്കിൽ അത് ഹേരോദാവിന്റെ ആത്മീകതയായി പോകും. എന്ന് പറഞ്ഞാൽ, പപ്പായിക്ക് പൈസ ഉണ്ട് മോനെ, മോൻ പറഞ്ഞാ മതി മോനെ എവിടാ പോകണ്ടേന്ന്. ചില അപ്പന്മാര് ഭയങ്കര തന്റെ ഇടത്തോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയാം? പപ്പ ജീവനോടിരുന്ന മോനെ പഠിപ്പിച്ചിരിക്കും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാതെ പോലും അത് പറയരുതേ. അത് ഹേരോദാവിന്റെ ഒരു ആത്മീകതയാണ്. ഒരു വശത്ത് യേശു ഇരിപ്പുണ്ട്, മറുവശത്ത് ഞാൻ ജീവനോടിരുന്നാൽ നിന്റെ പപ്പായിക്ക് അസാധ്യമായ ഒന്നുമില്ലടാ. നിനക്ക് എവിടാ പോകേണ്ടത്? നിന്റെ കൂട്ടുകാർ എവിടാ പോകേണ്ടത്? പപ്പായോട് പറയടാ, പപ്പ നിനക്ക് വേണ്ടിയുള്ളതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടടാ. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം.
ഈ പപ്പ ജീവനോടിരിക്കുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ കൃപയാലാണ്. ഒരിക്കൽ പോലും യേശുവിന്റെ സ്ഥാനം, ആ കസാര മാറ്റിയിട്ട് സ്വന്തമായി ആ കസാരയിൽ കയറി ഇരുന്ന് അങ്ങ് തന്നതാണ് സ്വോത്രം സ്വോത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ആ കസാര എന്ന് മാറി യേശുവിനെ അവിടെ ഒന്ന് ഇരുത്തി പറ, യോർ വിൽ, യോർ വിൽ. എന്റെ മകൻ ഒരു ബൈബിൾ കോളേജിൽ പോകാനാണെങ്കിൽ അങ്ങനെ ആകട്ടെ. പപ്പായുടെ പണത്തിന്റെ കൊഴുപ്പ് കണ്ടോണ്ടല്ല മക്കൾ വളരേണ്ടത്, പപ്പയിൽ വ്യാപരിക്കുന്ന ദൈവകൃപ കണ്ടോണ്ടാണ് അവർ വളർന്നു വരേണ്ടത്. പപ്പ ദൈവത്തെ ഭയപ്പെടുന്നത് കണ്ടാണ് അവർ വളർന്നു വരേണ്ടത്. കുടുംബ പ്രാർത്ഥന കണ്ടാണ് അവർ വളർന്നു വരേണ്ടത്. ബിസിനസ് സ്റ്റോക്ക് മാത്രം കേട്ടല്ല അവർ വളർന്നു വരേണ്ടത്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ചില അപ്പന്മാര് പറയുകയും ചെയ്യും, മോന്റെ സമയം വരുമ്പോ അങ്ങ് ഭയങ്കര കൊയ്ത്തായിരിക്കും, കാരണം പപ്പ എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഹേരോദാവിന്റെ ആത്മീയതയാ. പപ്പ കൊടുത്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും പാസ്റ്റേഴ്സ് വരുമ്പം പപ്പ എഴുതി കൊടുത്തിട്ടുണ്ട്, ചെക്കുകൾ എഴുതി കൊടുത്തിട്ടുണ്ട്. നിന്റെ സമയം വരുമ്പം അടുത്ത പാട്ടങ്ങോട്ട് വരും, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. കണ്ടോ കാര്യത്തിന്റെ കിടപ്പ് കണ്ടോ? എനിക്ക് വേണം, ഞാൻ ഈ കൊടുക്കുന്നതും എനിക്ക് വേണം. അതാ ഹെരോദാവിന്റെ ആത്മീയത. കൊടുക്കുന്ന എന്തിനും ചോദിച്ചാൽ എനിക്ക് പേര് വേണം, എനിക്ക് പ്രശംസ വേണം, എനിക്ക് ഓണർ വേണം. രണ്ടാമത്തെ കൂട്ടരുടെ ആത്മീയത ഒന്ന് പറഞ്ഞു തുടങ്ങാനേ ഉള്ളൂ സമയം. ഹെരോദാവിന്റെ ഒരു ലൗകികമായ ആത്മീയതയാണ്. ഹെരോദാവിന്റെ പൈസ കൊടുത്ത് സന്തോഷിപ്പിച്ച് നിർത്തുന്ന ഒരു ആത്മീയത. എതിരെ ഒരു ശബ്ദം വന്നാൽ വെട്ടിക്കളഞ്ഞിരിക്കും, ആ ആത്മീയത. രണ്ടാമത്തെ ആളിനെ ഒന്ന് നോക്കി. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചത് ഈ രണ്ടാമത്തെ ആത്മീയതയാണ്. അത് ആരുടെ ആത്മീയതയാണെന്നറിയാമോ? 4-ാമത്തെ വാക്യം, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും എല്ലാം കൂട്ടിവരുത്തി. എന്റെ കർത്താവേ, ഈ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും, ഇവരെ ഞാൻ വിളിക്കുന്നത് മുഖം മിനുക്കുന്ന ആത്മീയത എന്നാണ്. ഹെരോദാവിന്റെ ആത്മീയത ലൗകിക ആത്മീയതയാണ്. ഇത് മുഖം മിനുക്കുന്ന ആത്മീയത. എന്താന്ന് പറയാ, ഈ രണ്ട് കൂട്ടരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. 4-ാമത്തെ വാക്യം, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒരിക്കലും ചേരാത്ത രണ്ടുപേരാണ്. ഈ മഹാപുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ സദൂക്യരുടെ ഗ്രൂപ്പിലുള്ളതാണ്. സദൂക്യർ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? ലിബറൽസ്, അത്ഭുതങ്ങളിൽ വിശ്വസിക്കാത്തവർ, ഉയർപ്പിൽ വിശ്വസിക്കാത്തവർ, ഏഞ്ചൽസിൽ ദൂതന്മാരിൽ വിശ്വസിക്കാത്തവർ, സദൂക്യന്മാരുടെ ആ ഒരു ലൈനിൽ വരുന്നതാണ് മഹാപുരോഹിതന്മാർ. ഇപ്പൊ മഹാപുരോഹിതന്മാരുടെ കൂടെ ചേർന്നിരിക്കുന്നത് ആരാന്നറിയാമോ? ശാസ്ത്രിമാർ. ആരാ ശാസ്ത്രിമാർ? പരീശന്മാരുടെ നിരയിൽ വരുന്ന ആൾക്കാരാ. പരീശൻ ആരാ? സദൂക്യൻ ലിബറൽസ് ആണ്. സദൂക്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശാല മനസ്സുള്ള ആത്മീയത. പരീശൻ എന്ന് പറഞ്ഞാൽ കൺസർവേറ്റീവ്, വെള്ള ഷർട്ടേ ഇടാവൂ, മീശ പാടില്ല. അതാ എല്ലാത്തിനും എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒക്കത്തുള്ളൂ. പുൾപിറ്റിൽ മൈക്ക് ഇവിടെ ഇരിക്കാവൂ, സൈഡിൽ ഇരിക്കാൻ ഒക്കത്തില്ല. മറുവശത്ത് മഹാപുരോഹിതൻ, ഇങ്ങേ വശത്ത് ശാസ്ത്രിമാർ. ഈ മത്തായിയുടെ സുവിശേഷത്തിലെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ഈ രണ്ട് കൂട്ടരും കൂടെ ഒന്നിക്കുന്നുണ്ട്. 20-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം മത്തായിയുടെ സുവിശേഷത്തിൽ നോക്കണം. 20:18, നാം യെരൂശലേമിലേക്ക് പോകുന്നുവല്ലോ, അവിടെ മനുഷ്യപുത്രൻ, നോക്കിയേ, അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും. ഇപ്പൊ കാര്യം മനസ്സിലായോ? മത്തായിയുടെ സുവിശേഷത്തിൽ ഇത് രണ്ടും ഒന്നിക്കുക. ഇതൊരു ആത്മീയതയാ. ഞാൻ പറയാം, ഈ ആത്മീയത, മുഖം മിനുക്കുന്ന ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാം വേഗത്തിൽ. അതിനു മുമ്പ് ഇതൊന്ന് കാണണം, കാണാതെ പോകരുത്. 21-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിലും വരുന്നുണ്ട് ഈ രണ്ട് കൂട്ടർ ഒരുമിച്ച്. ഈ രണ്ട് കൂട്ടർ, ഞാൻ പിന്നെയും പറയാം, യോജിക്കാൻ ഒരു സാധ്യതയുമില്ല. പക്ഷെ ആത്മീയരാ, രണ്ടും ആത്മീയരാ, രണ്ട് ധ്രുവത്തിലുള്ള ആത്മീയതയാ. 21-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലും, എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും നോക്കിക്കുക, അവരൊന്നിക്കുക. എന്നിട്ട് ഈ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, ശ്രദ്ധിക്കണം. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരെയും എല്ലാം, അടുത്ത വാക്കെന്താ?
ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി. അസംബിൾഡ്. അത് ഭയങ്കര ഡേഞ്ചറസ് വാക്കാ. ഡേഞ്ചറസ് എന്താണെന്നറിയാമോ ഈ കൂട്ടിവരുത്തി എന്നുള്ളതിന്റെ ഡേഞ്ചർ? മത്തായിയുടെ സുവിശേഷത്തിൽ ഇവര് കൂടി വന്ന അനേക ഇടങ്ങളുണ്ട്. ഇവര് കൂടിയാൽ ഓർത്തോണം, ഇത് വേറൊരു ആത്മീയതയിലേക്കാണ് ഇത് പോകുന്നത്. തെളിച്ച് പറയാം, ആ വാക്യങ്ങളൊന്ന് പറഞ്ഞിട്ട് പറയാം. ഇവര് കൂടി വരുന്ന വേറെ സമയങ്ങളെ 26-ാമത്തെ അധ്യായം, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും കയ്യഫ മഹാപുരോഹിതന്റെ മണ്ഡപത്തിൽ വന്നു കൂടി. They assembled. ഇവിടെയും they were assembled. അവര് കൂടി. ഈ രണ്ട് കൂട്ടരും കൂടുകയാ. രണ്ടും ആത്മീയരാ. ഹേരോദാവിന്റെ ആത്മീയത ഇവര് പുച്ഛിക്കും. കാരണം നിങ്ങൾ ലോകമാണ്. നിങ്ങളുടെ മനസ്സിലൊക്കെ വ്യാപരിക്കുന്നത് ലൗകിക ചിന്തയാ ബ്രദറെ. ഇതൊക്കെ ജഡമാ ബ്രദറെ. ഇതോ ഞങ്ങൾ ആത്മീയരാണ്. മഹാപുരോഹിതൻ ഇവിടെ ഉണ്ടല്ലോ, ഇപ്പുറത്ത് ശാസ്ത്രിമാരുണ്ടല്ലോ, ബൈബിള് വായന, പഠനം, ബൈബിൾ ക്വിസ് എവിടെങ്കിലും ഉണ്ട്. UAE ഉണ്ടോ? സെപ്പറേറ്റ് ആയിട്ട് കുവൈറ്റിന്റെ ഉണ്ടോ? ഇനി ലോക മലയാളി വല്ല ബൈബിൾ ക്വിസ് ഉണ്ടോ? അവിടെയും കൂടെ രജിസ്റ്റർ ചെയ്തിരിക്കേ. അതാണ് ഈ ആത്മീയത. അത് ഹേരോദാവിന്റെ ആത്മീയതയല്ല. ഇത് ഭയങ്കര വേറെ ലെവലാണിത്. 26-ാമത്തെ അധ്യായം 57-ാമത്തെ വാക്യത്തിലുണ്ട് കേട്ടോ. യേശുവിനെ പിടിച്ചവരോ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ചു കൂടി. ഇവർ ഒന്നിച്ചു കൂടും. ഇവരുടെ പ്രശ്നം എന്താണെന്നറിയാം? വചനം അറിയാമോ എന്ന് ചോദിച്ചാൽ ഒരു സന്ദേശം. ഇപ്പം ഇന്നത്തെ ഈ 1-ാം സെഷനിൽ മത്തായിയുടെ സുവിശേഷം 2:2 മുതൽ വായിക്കുമ്പോഴേ ഒരു 10 പ്രസംഗങ്ങൾ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ തെളിയും. ഈ വഴിക്കോട്ടാണോ പോകാൻ സാധ്യത, ഇങ്ങോട്ടാണോ പോകുന്നത്, അതോ നേരെയാണോ പോകുന്നത്, എല്ലാം അറിയാം. ഹേരോദാവിന്റെ ആത്മീയത അപകടകരമാണ്. അത് ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫിൽ വരത്തില്ല. അതുപോലെ അപകടമായി ഇത് ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫിൽ വരത്തില്ല. ഇതെന്ത് ലൈഫിൽ വരുമെന്ന് ചോദിച്ചാൽ മാസ്ക്ഡ് ലൈഫ്. സ്വന്തം ഫേസ് മാസ്ക് വെച്ച പോലെ നല്ല ബ്യൂട്ടിഫുള്ളാ. നോക്കിക്കേ, ഈ രാജാവ് അങ്ങോട്ട് ചോദിക്കുമ്പോ ഇവരുടെ ആത്മീയത ശ്രദ്ധിച്ചോണം. ആ രാജാവ് ഇവരോട് ചോദിക്കുക, ഇവരെ ഒന്നിച്ചേരുന്നത് തന്നെ പ്രശ്നമാ, ഇവരൊന്നിച്ചു ചേർന്നു എന്നുള്ളത് സത്യമാ, അവര് കൂടിച്ചേർന്നെന്നുള്ളത് സത്യമാ. ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. ഇന്നത്തെ ശാസ്ത്രിയോടൊക്കെ ചോദിച്ചാൽ മറുപടി കിട്ടുമെന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം ഇന്നത്തെ ശാസ്ത്രിക്കൊന്നും വചനം പഠിക്കാനല്ല സമയം, മറ്റു പല കാര്യങ്ങൾക്കാ സമയം. കഴിഞ്ഞ ദിവസവും പറയുന്നത് കേട്ടു, ക്രൈസ്റ്റ് സെന്റേർഡ് ഒത്തിരി പ്രസംഗിച്ചു. ഇപ്പൊ അവസാനം എവിടൊക്കെ വസ്തു ഉണ്ടെന്ന് അറിയത്തില്ല. രാവിലെ മുതൽ വസ്തുവിന്റെ കണക്കെടുപ്പാണ്. യേശു ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫ് പ്രസംഗിച്ച് ഇപ്പം തോട്ടങ്ങളുടെ വലിയ മുതലാളിയായി മാറി. അതാണ് നമ്മൾ കാണുന്ന ശാസ്ത്രി. ഈ ശാസ്ത്രി അങ്ങനല്ല. ചോദിച്ചാൽ അപ്പ ഉത്തരവാ. നോക്കിക്കേ, ഹേരോദാ രാജാവ് ചോദിക്കുക, എവിടാ ജയിക്കുന്നത്? ഉടൻ അവർ അവനോട് യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. വചനം അറിയാമോ? വചനം അറിയാം. പക്ഷെ ഇത് വേറൊരു ആത്മീയതയാ. ഇതേത് ആത്മീയതയാണെന്നറിയാം? ഇതേത് ആത്മീയതാന്ന് ചോദിച്ചാൽ വചനം അറിയാമെങ്കിലും ജീവൻ പ്രാപിക്കാൻ യേശുവിന്റെ അടുക്കൽ വരാതെ സ്വന്തം ജഡമനസ്സിനാൽ ചീർത്തിരിക്കുന്ന ഒരു ആത്മീയത സഭകളിൽ ധാരാളമായത്. ഒരു വശത്ത് ഹേരോദാവിന്റെ ആത്മീയതയുണ്ട്, കൈയടിക്കത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അനങ്ങത്തില്ല, പൈസ ഞാൻ തരാം, ഇത്രേ ഉള്ളൂ. ഈ ശാസ്ത്രിയുടെയും മഹാപുരോഹിതന്റെയും ആത്മീയത എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ പറയും. വേറൊരാൾ ഒരല്പം ഉറക്ക ഹല്ലേലൂയ പറഞ്ഞാൽ നോക്കും, നീ ആരാടേ എന്നെക്കാട്ടി വലിയ ഹല്ലേലൂയ പറയാൻ നീ ആരാ? മുഖം മിനുക്കുന്ന ആത്മീയത. ബൈബിൾ ക്വിസിന് ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചിരിക്കണം, അല്ലെ വഴക്കുണ്ടാകും. സ്വന്തം മോൾ അവിടെ നിന്ന് ബൈബിൾ ക്വിസ് എഴുതുമ്പോൾ ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് സാധാരണ ഗതിയിലൊക്കെ പറയുന്ന പോലെ നമ്മളെ ആരും ജഡ്ജായിട്ട് നിൽക്കണ്ട, നമുക്ക് എവിടുന്നേലും വിളിക്കാം. കാരണം ഇവര് പ്രശ്നം ഉണ്ടാകും. ചിലരെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാ. ഇവര് ബൈബിൾ ക്വിസിനുണ്ടെങ്കിൽ ദയവായി വെളിയിൽ നിന്ന് വിളിച്ചോണം, കാരണം അല്ലേ വഴക്കുണ്ടാക്കും. ഞാൻ ചോദിക്കുന്നു, ഇത് എന്താ കാണാൻ പഠിച്ച ദൈവവചനം? പക്ഷേ മാർക്ക് കിട്ടിയില്ലെങ്കിൽ അവിടെ ഇന്ന് വഴക്കുണ്ടാക്കും. പിന്നെ എന്തോ ഈ പഠിച്ചത് ജഡമനസ്സിനാൽ ചീർക്കുന്നു. ഈ പരീക്ഷനും ഒക്കെ പറ്റിയത് എന്താണെന്ന്
വ്യക്തമായി യോഹന്നാൻ 5:39 എഴുതിയിട്ടുണ്ട്. 1-2 വാക്യങ്ങൾ വായിച്ച് ഇന്ന് പ്രാർത്ഥിച്ചിപ്പോൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. യോഹന്നാൻ 5:39 ഈ കൂട്ടരുടെ ആത്മീകതയെക്കുറിച്ച് യേശു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണം. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. ആര്? ശാസ്ത്രിമാർ, പരീശന്മാർ ശോധന ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഡയറിയും പേനായും കൊണ്ട് അങ്ങ് ഇരിക്കുക. എഴുതി 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 ഇനി എഴുതാൻ സ്ഥലമില്ല, എല്ലായിടും എഴുതി. നിങ്ങൾ ശോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ യു ലേൺ സ്ക്രിപ്ചർ, യു സ്റ്റഡീഡ് സ്ക്രിപ്ചർ. ബൈബിൾ പോരാഞ്ഞിട്ട് സ്റ്റഡി ബൈബിളും വാങ്ങിച്ചു, യൂട്യൂബും എല്ലാം, അവസാനം GB തീർന്ന ആകെ പ്രശ്നം. പക്ഷെ എന്താ പ്രശ്നം എന്നറിയാം? ഈ അറിവെല്ലാം ഉണ്ട്, പ്രശ്നം എന്താണെന്ന് ആ വാക്യത്തിലുണ്ട്. അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. യേശു പറയുക, നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാ, അതിൽ നിത്യജീവൻ ഉണ്ടെന്ന്. പക്ഷെ വാക്യം തീർന്നില്ല. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫിലേക്ക് നിന്റെ വചന പഠനം നിന്നെ നയിക്കുന്നില്ലെങ്കിൽ, അതല്ലേ യേശു പറയുന്നത്, ഈ വചനമെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് എന്നെ പോലാ. ബൈബിൾ ക്വിസിന് 1 മാർക്ക് കുറഞ്ഞാൽ സാരമില്ല, എൻ്റെ മോള് 2ാം സ്ഥാനത്ത് ആയിക്കോട്ടെ എന്ന് പറയുന്ന യേശുവിനെയാ ബൈബിളിൽ കാണുന്നത്. പക്ഷെ ഈ കൂട്ടർക്ക് അത് കിട്ടിയില്ല, യേശുവിനെ കിട്ടിയില്ല. പിന്നെ എന്തോ കിട്ടി? തിരുവെഴുത്ത് കിട്ടി. തിരുവെഴുത്തെല്ലാം അറിയാം. നോക്കിയ വാക്ക്, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എന്നിട്ട് 40 തുടങ്ങും. 40ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാം? എങ്കിലും തിരുവെഴുത്തെല്ലാം അറിയാമായിട്ടും യേശു എവിടാ ജനിക്കുന്നത്? യഹൂദന്മാരുടെ രാജാവ്. അത് മീഖ പ്രവാചകൻ എഴുതിയിട്ടുണ്ട്, അത് യെശയ്യാവ് എഴുതിയിട്ടുണ്ട്, അത് സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, എല്ലാം അറിയാം. പക്ഷെ 40ാം വാക്യം, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഇത് ഭയാനകമായ ഒരു ആത്മീകതയാണ്. വചനത്തിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്, വചനം കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്, നോട്ട് എഴുതുന്നുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. എല്ലായ്പ്പോഴും അഭിമാനമാ, ഞാൻ ഹേരോദാവിന്റെ ആത്മീകനെ പോലെ അല്ല, ഞാൻ യഥാർത്ഥ ആത്മീകനാ. പക്ഷേ എന്തോ ഇല്ലെന്ന് ചോദിച്ചാൽ ക്രിസ്തു സ്വഭാവമില്ല. Again, there is no transformation. വളരെ ലജ്ജയോടാണ് ഞാനിത് പറയുന്നത്, അഭിമാനത്തോടല്ല. ഇങ്ങനെ ബൈബിൾ പഠനം കൂടിക്കൂടി കുടുംബജീവിതം തകർന്നു പോയവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ബൈബിൾ പഠനമാണ്, പക്ഷേ സ്വന്തം കുടുംബജീവിതം ഇല്ല. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തു സ്നേഹിച്ചതുപോലെ ഭർത്താവ് സ്നേഹിക്കുന്നു, ക്രിസ്തുവിന് എന്നവണ്ണം ഭാര്യ കീഴ്പ്പെട്ടിരിക്കുന്നു. അതില്ല കുടുംബജീവിതത്തിൽ, അതില്ല. ക്രൈസ്റ്റ് സെന്റേർഡ് അല്ല, ക്രിസ്തുവിനെ പോലെ അല്ല. പക്ഷേ ഭയങ്കര പ്രാർത്ഥനയാണ്, ഭയങ്കര ഉപവാസമാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ കേട്ട സുവിശേഷം നമ്മളെ കൊഴുപ്പിക്കുന്നതാണെങ്കിൽ അത് കള്ള സുവിശേഷമാണ്, അത് മറ്റൊരു സുവിശേഷമാണ്. യഥാർത്ഥ സുവിശേഷം എന്താന്ന് ചോദിച്ചാൽ രാജ്യത്തിന്റെ സുവിശേഷം. അവിടെ യേശു രാജാവാകുന്നു. യേശുവുമായി എനിക്കുള്ള ബന്ധമാണ് അവിടുത്തെ ഏറ്റവും വലിയ കാര്യം. ആ രാജ്യത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ, രാജാവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ, ഞാൻ യേശുവിനെ പോലെ ആയിത്തീരുന്ന യഥാർത്ഥ ആത്മീയത. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാമോ? നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാമോ? ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഹേരോദാവ് പ്രതിനിധാനം ചെയ്യുന്ന ലൗകികമായ ഒരു ആത്മീകത, അതിൽ നിന്ന് നമുക്ക് ഓടാം. നേടിയതിനെ കുറിച്ചുള്ള കഥകളല്ല, കൊടുത്തതിനെ കുറിച്ചുള്ള കുറിപ്പുകളല്ല. നമ്മുടെ സ്ഥാനമൊന്ന് മാറിക്കൊടുത്ത് യേശുവെ അങ്ങ് രാജാവാകൂ, ആ രാജാവാകുന്ന യേശുവിനെ സ്വീകരിച്ച് നമ്മുടെ കിരീടങ്ങൾ അവന്റെ മുമ്പിൽ ഇട്ട്, വിദ്വാൻമാരുടെ ആത്മീകത എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. യേശുവിൻ്റെ മുമ്പിൽ വീണ് നമസ്കരിക്കുന്ന ഒരാത്മീകത. ഞാൻ ഒന്നുമല്ല കർത്താവേ, ഞാൻ ഏതുമല്ല കർത്താവേ, ഞാൻ ഇന്ന് അനുഭവിക്കുന്നതെല്ലാം രാജാവ് എൻ്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. രാജാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അത് ചെലവഴിപ്പാൻ എനിക്ക് ഉയരത്തിലെ ജ്ഞാനം നൽകണമേ.
എൻ്റെ കുഞ്ഞുങ്ങളെ രാജാവ് എനിക്ക് നൽകിയിരിക്കുക. ഈ രാജാവിൻ്റെ ഇഷ്ടം പോലെ അവരെ വളർത്തുവാൻ സുവിശേഷത്തിൽ യേശുവിൻ്റെ രാജ്യത്തിൽ ഞാൻ കയറി രാജാവിൻ്റെ ആ രാജ്യത്തിൻ്റെ വ്യാപ്തി എന്നിലൂടെ നടക്കട്ടെ. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ ഞാനോ കുറയണം, നീയോ വളരണം. രാജാവിൻ്റെ രാജ്യത്വത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് രാജാവിനൊത്തവണ്ണം ആരാധിക്കുന്നൊരാത്മീയത, ആ യഥാർത്ഥ ആത്മീയതയിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. കർത്താവ് നിങ്ങളെ ഏവരെയും സമൃദ്ധിയായി ഈ വാക്യത്തിലൂടെ, ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.